രീതി കൊണ്ടും ശബ്ദം കൊണ്ടും പ്രഭാഷണ ചാതുരി കൊണ്ടും ആളുകളെ പ്രചോദിപ്പിക്കാനുള്ള അപൂർവമായ താലന്ത് കൊണ്ടും മനുഷ്യരോടുള്ള കരുണ കൊണ്ടും ആയിരങ്ങളിൽ ഒരുവളായി വേറിട്ട് നിൽക്കുകയാണ് ഈ മറുനാടൻ മലയാളി. വേൾഡ് മലയാളി കൗൺസിൽ അബുദാബിയുടെ 2025-27 കാലഘട്ടത്തിലേക്ക് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയായ ഈ ശ്രേഷ്ഠ വനിതയുടെ പേര് മേരി തോമസ് എന്നാണ്. ഈ കാലത്തും ദൈവത്തിലൊക്കെ വിശ്വസിക്കണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അല്പം ബഹുമതികളും സ്ഥാനമാനങ്ങളും ഒക്കെ വന്നു ചേരുമ്പോൾ ദൈവത്തെ മാറ്റി നിർത്തുന്ന ചിലരുമുണ്ട്. എന്നാൽ ഇന്നും ദൈവവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ കൂട്ടുപിടിച്ച് മുന്നേറുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ് ഞങ്ങൾ. ഇതാണ് മേരി തോമസ് എന്ന പ്രവാസി മലയാളി. അബുദാബി ബിൻ മൂസ ട്രാവൽസിന്റെ ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറുമായ മേരി തോമസ് ബന്ധുക്കൾക്കും അടുപ്പക്കാർക്കും തങ്ങളുടെ പ്രിയപ്പെട്ട അച്ചാമാൻ്റെയാണ്. സ്നേഹിതർക്കൊക്കെ അവർ അവരുടെ സ്വന്തം മേരി ചേച്ചിയാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വേൾഡ് മലയാളി കൗൺസിൽ അബുദാബിയുടെ പ്രസിഡന്റ് കൂടിയാണ് മേരി തോമസ്. ഏഷ്യാനെറ്റ് FM റേഡിയോയും മറ്റും ഗൾഫിൽ പുതുമയും പുതിയ ചലനങ്ങളും സൃഷ്ടിച്ചു തുടങ്ങിയ ആദ്യ കാലഘട്ടം മുതൽ ഇന്ന് വരെ ഏറ്റവും അധികം മോട്ടിവേഷൻ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തി. അടുത്തു വന്ന എല്ലാവരെയും പ്രചോദിപ്പിക്കാൻ തക്ക വിധം ആന്തരിക ശക്തിയുള്ള വ്യക്തിത്വം. ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിൽ തകരാതെ ഒറ്റയ്ക്ക് പോരാടിയ വ്യക്തി. സൗന്ദര്യവും കലയും ദൈവാരാധനയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പഠിച്ച വ്യക്തി. ഈ അപൂർവ സവിശേഷതകളുള്ള മേരി തോമസ് ആളുകൾക്കൊരു വിസ്മയമാണ്. മേരി തോമസ് എന്ന മേരി ചേച്ചിയുടെ വിശേഷങ്ങൾ വിശദമായി പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ കൂടി വൈകാതെ നമ്മൾ പുറത്തുവിടും. അതിനു മുമ്പ് ഒരു കാര്യം പങ്കുവയ്ക്കാം. പ്രാർത്ഥനയെക്കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന മേരി ചേച്ചി ദൈവവുമായുള്ള തൻ്റെ ബന്ധത്തെക്കുറിച്ച് ഞങ്ങളോട് പങ്കുവെച്ചത് ഇങ്ങനെയാണ്. വിവാഹം കഴിച്ചു വന്ന സമയങ്ങളിൽ കുക്കിംഗ് അത്ര വശമുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ജീവിത പങ്കാളിയുടെ സ്നേഹത്തോടെയുള്ള ചില നിർബന്ധങ്ങളെ, ഒപ്പം നിന്നും സഹായിച്ചും പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങളെ ചേച്ചി സന്തോഷത്തോടെ സ്വീകരിച്ചു. പിന്നീട് കുക്കിംഗ് ഒരുപാട് ഇഷ്ടമായി. പക്ഷേ പോകെ പോകെ ജോലിഭാരം വർദ്ധിച്ചു വന്നു. ഓഫീസും വീടും മക്കളും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുക പ്രയാസമായി വന്നു. അപ്പോൾ മേരി തോമസ് എന്താണ് ചെയ്തതെന്ന് കേൾക്കണോ? അടുക്കളയിൽ കയറുമ്പോഴത്തേക്കും അത് ഒരു കാര്യം രണ്ട് കാര്യത്തിലൊന്നും നിൽക്കില്ലായിരുന്നു. കൂടുതൽ ഉണ്ടാക്കാനുള്ള ഇഷ്ടങ്ങൾ. പക്ഷേ ഓഫീസും വീടും മക്കളും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കുമുള്ള എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ അടുക്കളയിൽ കയറുമ്പോൾ ഉടനെ തന്നെ അപ്പം തന്നെ വചനം, ഏതെങ്കിലും ഒരാളുടെ ഒരച്ഛൻ്റെ ഒരു ധ്യാന കേന്ദ്രത്തിലെ ഒരു പ്രസംഗമായിരിക്കും. അത് കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും അടുക്കളയിൽ. അപ്പോൾ പിന്നെ ഞാൻ ജോലി ചെയ്യുന്നത് അറിയാറില്ല, എത്ര മണിക്കൂർ ജോലി ചെയ്തൊന്നും ഞാൻ അറിയാറില്ല. അതൊരു വശത്തോടെ പ്രസംഗം പൊയ്ക്കൊണ്ടിരിക്കും. ചിലപ്പോൾ അതിലെ പാട്ടുണ്ടാവും, പ്രസംഗം ഉണ്ടാവും, എൻ്റെ ജോലി അതിൻ്റെ ഒപ്പത്ത് നടക്കും. ഈ ഒരു കാര്യം കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ അടുക്കളയിൽ കയറുമ്പോഴത്തേക്ക് എനിക്കതൊരു ക്ഷീണമായിട്ട് തോന്നാറില്ല, അതൊരു ജോലിയായിട്ട് തോന്നാറില്ല. ആ വചനം കേൾക്കുന്ന സമയത്ത് ഒന്നും അറിയത്തില്ല, ആ ജോലി അതങ്ങ് പോകും. എനിക്ക് അതിനനുസരിച്ചിട്ട് ഒത്തിരി കോൺഫിഡൻസ് കിട്ടും, ഒത്തിരി കാര്യങ്ങൾ അറിയും, ചില കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ നല്ലൊരു കലാകാരി കൂടിയാണ് മേരി ചേച്ചി. അതിമനോഹരമായ ചിത്രങ്ങളും വരയ്ക്കും. മേരി ചേച്ചിയുടെ വിശേഷങ്ങൾ ഈ ഒരൊറ്റ വീഡിയോയിൽ തീരുന്നില്ല. തൻ്റെ ജീവിതത്തെ ദൈവവിശ്വാസത്തിൽ അടിയുറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന മേരി ചേച്ചിയുടെ വിശേഷങ്ങളുമായി നമ്മൾ മറ്റൊരു വീഡിയോയിൽ വരും. ജീവിതത്തിൽ ഉടനീളം തൻ്റെ വിജയങ്ങളിലും പരാജയങ്ങളിലുമെല്ലാം ഒരുപോലെ ദൈവത്തെ കൂട്ടുപിടിച്ച വ്യക്തി. തിരുവചനങ്ങൾ പകർന്നു നൽകുന്ന ആത്മവിശ്വാസത്തിൽ അനുദിനം അഭിവൃദ്ധിപ്പെട്ട, ഇന്നും അതേ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തി. തുടർന്നും മേരി ചേച്ചിയെ ഈശോ സഹായിക്കട്ടെ, കൈപിടിച്ച് നടത്തട്ടെ. ദൈവത്തിന് സ്തുതി.